ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളേ. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. ഇന്നത്തെ വിശേഷത്തിന്റെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഗൗതമും പിങ്കിയുമായിട്ടുള്ള വിവാഹം തീരുമാനിക്കാൻ പോവുകയാണ്. അപ്പൊ ഇവരുടെ വിവാഹം നടന്നില്ല എങ്കിൽ ഇനി ഇവരുടെ ജീവിതം അവതാളത്തിലാകും. നമ്മുടെ നന്ദ വല്ലവും തിരിച്ചു കയറിയാൽ ശരിയാവില്ല എന്നറിയാം. അതുമാത്രമല്ല, പിങ്കിയോട് എല്ലാവർക്കും ഇപ്പം സ്നേഹമാണ്. പിങ്കി ആ കുഞ്ഞിനെയും ഗൗതമിനെയും നോക്കി അടങ്ങി ഒതുങ്ങി വീട്ടിൽ ജീവിക്കുകയാണ്. ഗൗതമിനും കുഞ്ഞിനും വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ചിരിക്കുകയാണെന്ന് ലക്ഷ്മി പറയാണ്. അങ്ങനെ ലക്ഷ്മി പറഞ്ഞു, ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അതുകൊണ്ട് തന്നെ നന്ദ ഇവിടെ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പം എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട ഒന്നെന്ന് പറഞ്ഞാൽ വിവാഹം നടത്തുക, പിങ്കിയുടെയും ഗൗതമിന്റെയും വിവാഹം നടത്തുക. അപ്പൊ നമ്മുടെ മഹേശ്വരനും ഒക്കെ ചോദിക്കുന്നുണ്ട്, അങ്ങനെ വിവാഹം നടത്താന്ന് നമ്മൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ, അവരും ഇതിന് സമ്മതിക്കണ്ടേ. അപ്പൊ അരുന്ധതിയും പറയുന്നുണ്ട്, അത് ശരി, അവർ ഇതിന് സമ്മതിക്കണം. പക്ഷെ അവര് സമ്മതിച്ചില്ലെങ്കിലും നമ്മൾ സമ്മതിപ്പിക്കണം. പിങ്കിയുടെ കാര്യം കുഴപ്പമില്ല, ഗൗതമിനെ കൊണ്ട് നമ്മൾ സമ്മതിപ്പിച്ചെടുക്കണം. അല്ലെങ്കിൽ വീണ്ടും അവന്റെ ജീവിതം ആ മുടിഞ്ഞവളുടെ കീഴിലായി പോകും. അങ്ങനെ അവൾ ഈ വീട്ടിലേക്ക് അങ്ങനെ കയറി പറ്റിയാൽ പിന്നെ ഈ കുടുംബം തൊലഞ്ഞെന്ന് കൂട്ടിക്കൊണ്ടാൽ മതി. നമ്മുടെ അഭിമോനെ കൊന്നവളെ ഒരിക്കലും ഈ വീട്ടിലേക്ക് കയറ്റാൻ പാടില്ല. അവൾ ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ സമാധാനം നഷ്ടപ്പെടും. മാത്രമല്ല, നമുക്കിനി ഒരു നല്ല പുതിയ തലമുറ ഉണ്ടാകാനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ പിങ്കിയും ഗൗതമും തമ്മിലുള്ള വിവാഹവും നടക്കണം. അവർക്കൊരു കുഞ്ഞും ഉണ്ടാകണം. അവരുടെ രക്തത്തിൽ തന്നെ ആ കുഞ്ഞ് വേണം ഈ കുടുംബത്തിന്റെ അവകാശിയായിട്ട് വളരാൻ. അപ്പൊ ഇത് ഒളിഞ്ഞു മാറി നിന്ന് നമ്മുടെ മോഹിനി കേൾക്കുകയാണ്. മോഹിനി സഹിക്കുമോ? മോഹിനി അങ്ങോട്ട് നമ്മുടെ മോഹിനിയെ കെട്ടിയവനെ വിളിച്ചോണ്ടങ്ങ് പോയില്ലേ, നിങ്ങളും ഇതിന് കൂട്ടു നിൽക്കുകയാണോ? നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? നമ്മുടെ മകൻ ഒന്നും വേണ്ടേ? നമ്മുടെ മകന് ഒരു മോനുണ്ടാകാൻ പോവുകയാണ്. അപ്പൊ മോനോ? ഏത് മോന്? അതെ, ഞാനേ അമ്പലത്തിലൊക്കെ പോയി പ്രദക്ഷിണമൊക്കെ വെച്ചിട്ടുണ്ട്. പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ശയന പ്രദക്ഷിണമൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആൺകുഞ്ഞായിരിക്കും ജനിക്കുന്നത്. പറഞ്ഞപ്പോൾ നീ എന്ത് പൊട്ടത്തരമായി വിളിച്ച് പറയുന്നത്? ഇതിലൊക്കെ വല്ല വാസ്തവോ സത്യമുള്ള കാര്യമാണോ? ഇതൊക്കെ എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? കുഞ്ഞ് അത് ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളല്ല, ഡോക്ടർമാരും അല്ല, അത് ദൈവമാണ്. അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ ദൈവത്തിന്റെ ഓരോ വിധി മാറ്റി കുറിച്ച് തിരുത്താനൊന്നും പറ്റത്തൊന്നുമില്ല എന്ന് പറയുമ്പോൾ അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല എന്ന് പറയണം. അപ്പൊ ഇതിനിടയിലായിക്കോട്ടെ, നമ്മുടെ മോഹിനിയും കനകമ്മയും കൂടി ആ ഒരു അമ്പലത്തിൽ പോയി. ഏതോ ഒരു അമ്പലത്തിന്റെ പേര് പറഞ്ഞ് അങ്ങോട്ടേക്ക് നമ്മുടെ കനകമ്മ മോഹിനിയും കൂട്ടിക്കൊണ്ട് പോയി. അങ്ങനെ മോഹിനി അവിടെ പോയി ആകപ്പാടെ വേർത്ത് വന്നിരിക്കുമ്പോഴത്തേക്കും പവിത്ര ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു അമ്മേ, ക്ഷേത്ര സന്ദർശനം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ, എന്ത് ചെയ്യാനാ മോള്, പറയാതിരിക്കുന്നതാ നല്ലത്. മടുത്തു മനുഷ്യൻ, ഇതുവരെ ഇങ്ങനെ ഒരു ക്ഷേത്രത്തിൽ ഞാൻ പോയിട്ടില്ല. ഒരു വലിയ കുന്ന്, അവിടെ കയറി എത്തണമെങ്കിൽ പെടുന്ന പാടെ. അല്ല, വണ്ടിയൊന്നും ഇല്ലായിരുന്നു അമ്മേ? എവിടെന്ന് വണ്ടി ഉണ്ടായിരുന്നു, പക്ഷെ വണ്ടിയിലല്ല പോയത്, നടന്നു പോയാലേ ഫലം കിട്ടത്തുള്ളെന്ന്. ആണോ? എന്നിട്ട് അമ്മ തന്നെ നടന്നോ, അതോ കനകമ്മയും കൂടെ ഉണ്ടായിരുന്നോ? കനകമ്മ കൂടെ ഉണ്ടായിരുന്നു. അവളെ വണ്ടിക്ക് വന്നു, ഞാൻ തന്നെ അപ്പട്ടം വരെ നടന്നു കയറിയിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്കും അമ്പലത്തിന് ചുറ്റും മിറ്റിൽ വിരിച്ചേക്കുക. ആ മിറ്റിലൂടെ പ്രദക്ഷിണം വെച്ചത്. ദേഹം മുഴുവൻ ചതഞ്ഞു, കല്ലിനിടിച്ച വേദനയാ. അതുപോലെ ആയിപ്പോയി. അല്ലമ്മേ, അമ്മ എന്തിനാ ഇതൊക്കെ ഇപ്പൊ ചെയ്യാൻ പോയത്? വേണ്ടായിരുന്നല്ലോ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നമുക്ക് ആൺകുഞ്ഞ് വേണ്ടേ? ആൺകുഞ്ഞ് തന്നെ പവിത്രേ നിനക്ക് വരുണ്ണിയും ജനിക്കണം. അതിനുവേണ്ടി എന്ത് കഷ്ടപ്പാട് സഹിക്കാനും ഞാൻ തയ്യാറാ. ഈ കുടുംബത്തിന്റെ അവകാശി ആ കുഞ്ഞായിരിക്കണം എന്നൊക്കെ പറയാണ്. അപ്പൊ ഈ സമയത്താണ് നമ്മുടെ കനകമ്മ വരുന്നത്. അപ്പൊ കനകമ്മ വന്നിട്ട്, എങ്ങനെയുണ്ടായിരുന്നു കൊച്ചമ്മേ യാത്രയൊക്കെ? കൊള്ളായിരുന്നോ? അമ്പലമൊക്കെ ഇഷ്ടപ്പെട്ടോ? അമ്പലത്തിന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്ന നല്ലത്. എങ്കിലും ഇച്ചിരി കഠിനം കൂടിപ്പോയി കനകമ്മ എന്ന് പറഞ്ഞപ്പോ, ഇങ്ങനെ കഠിനമായ പ്രയത്നത്തിലൂടെ പോയാലേ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുള്ളൂ. നമ്മുടെ ലക്ഷ്യം എന്താണ്? നമുക്കൊരു ആൺകുഞ്ഞ് വേണം. അതിന് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യണം. അതൊക്കെ നിൽക്കട്ടെ, എല്ലാ മാസവും ഇത് ചെയ്തു കഴിഞ്ഞാൽ, 4 മാസം അടുപ്പിച്ച് ചെയ്തു കഴിഞ്ഞാലേ ഫലം അച്ചട്ടാണ്. അതുമാത്രമല്ല കേട്ടോ, മുടക്കാൻ പാടില്ല. മനസ്സിൽ സന്തോഷത്തോടു കൂടി വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ ഫലം ഉണ്ടാവില്ലത്രേ. ഏതായാലും ഞാൻ സന്തോഷത്തോടു കൂടി ചെയ്യാൻ കനകമ്മേ, ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാട്ടോ നമ്മുടെ മോഹിനി. അങ്ങനെ പവിത്രനാണെങ്കിൽ മനസ്സ് വിചാരിക്കുക, എൻ്റെ ദൈവമേ, വയറ്റിൽ ജനിക്കാത്ത കുഞ്ഞിനോടാണല്ലോ ഈ ക്രൂരത കാണിക്കുന്നത്. വയറ്റിൽ ജനിച്ച പോലും ഇല്ല, എന്നിട്ട് വെറുതെ എന്തിനാണോ ഈ ശയന പ്രദക്ഷിണമൊക്കെ വെക്കണത്? ഈ കനകമ്മ ആളാകെ
സാധനമാണ്. അല്ലെങ്കിൽ പിന്നെ അമ്മേനെ കൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യിപ്പിക്കില്ലല്ലോ. എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പണം ആ തള്ള ഇതും പറഞ്ഞ് തട്ടുന്നുണ്ട്. ഇനിയിപ്പം ഞാൻ പ്രഗ്നൻ്റ് അല്ലെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലോ, എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്ന് കൂട്ടിക്കേണ്ട മതി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പവിത്ര ഇരിക്കണം. അപ്പം ഇതേ സമയം കാണിക്കുന്നത് നമ്മുടെ നന്ദേനെയാണ് കേട്ടോ. അപ്പം നന്ദ കുഞ്ഞിനു വേണ്ടി ഓരോ പ്രാക്ടീസ് കൊടുത്തോണ്ടിരിക്കും. അപ്പം കുഞ്ഞിന് വേണ്ടി ഇങ്ങനെ ഓരോ പ്രാക്ടീസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ പതുക്കെ നടത്തിക്കുന്നു, അതുപോലെ കാലിൽ മസാജ് ചെയ്യുന്നു. അപ്പോൾ കാലിൽ മസാജ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുഞ്ഞിനോട് ചോദിച്ചു, നമ്മുടെ നന്ദുവിനോട് ചോദിച്ചു, എന്തിനാ ഈ കാല് മസാജ് ചെയ്യുന്നതെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇല്ല എനിക്കറിയില്ല. അപ്പോഴത്തേക്കും ഗൗരി പറഞ്ഞു, എനിക്കറിയാം, രക്തയോട്ടം ഉണ്ടാകാനല്ലേ. അത് തന്നെ. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദുവും പറഞ്ഞു, ഇതൊക്കെ ഇവള് പഠിച്ചു വെച്ചേക്കല്ലേ ആൻറ്റി എന്ന് പറഞ്ഞപ്പം ഇവളിതൊക്കെ പഠിച്ചു വെച്ചേക്കുക. ഇവക്കൊരു സ്വഭാവമുണ്ട്. ഇവളുടെ വിചാരം മറ്റുള്ളവർ കുട്ടിയും ഇവള് ടീച്ചറുമാണെന്നാ. ഇങ്ങനെ ഓരോന്ന് ക്യാച്ച് ചെയ്ത് വെച്ചിട്ട് സമയമാകുമ്പോൾ ഇവളങ്ങ് പ്രയോഗിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ഗൗരിമോള് പറഞ്ഞു, അതൊക്കെ ശരിയാ, ഇതിന് ഞാൻ ഒരു പേരിട്ടിട്ടുണ്ട്, ടീച്ചർ മോണോഗ്ലോപ്പി, അങ്ങനെ കണ്ടൊരു പേരും പറഞ്ഞു കേട്ടോ. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ നമ്മുടെ നന്ദുമോൻ ചിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ഗൗരിയും നന്ദയും കൂടി ചേർന്ന് നന്ദുമോനെ പതുക്കെ പിച്ചാ നടത്താനൊക്കെ തുടങ്ങുന്നു. അങ്ങനെ പിച്ചാ നടക്കുന്നു. നടന്നു കഴിയുമ്പോഴത്തേക്കും കുട്ടിയോട് പറയുന്നുണ്ട്, നമുക്ക് നടക്കണം എന്നൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് നടക്കാനായിട്ട് സാധിക്കും, കൊച്ച് നടക്കും, അത് ഉറപ്പാ. ഈ നന്ദ ആൻറ്റി അല്ലേ വാക്ക് തരുന്നതെന്ന് പറയുമ്പോൾ ഡോക്ടർ ആൻറ്റീനെ എനിക്ക് വിശ്വാസമാണ്, ഏതായാലും എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ, അങ്ങനെയല്ലേ എല്ലാവരും പറയുന്നത്. ഓഹോ, അപ്പൊ അതൊക്കെ നന്ദുമോൻ അറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി ഇങ്ങനെ നടക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ ഇതിനിടയിൽ വീണ്ടും കാണിക്കുകയാണ് കേട്ടോ ഇന്ദിവരം തറവാട്. അവിടെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ പിങ്കിയുടെയും ഗൗതമിന്റെയും വിവാഹം നടത്തുവാനുള്ള എല്ലാ തീരുമാനങ്ങളും എടുത്തുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മിയും കൂടി ചേർന്നു. അങ്ങനെ ലക്ഷ്മി പറഞ്ഞു, ഒരിക്കലും ഇനി നന്ദയുമായിട്ടുള്ള ജീവിതം അവനുണ്ടാവില്ല, അവൾ അവളുടേതായ രീതിയിൽ ജീവിക്കുകയാണല്ലോ, അവളൊരു കുഞ്ഞിനെ ദത്തെടുത്തു, അതിനെ വളർത്തുന്നു, അതുകൊണ്ട് ഇനിയിപ്പം ഇങ്ങോട്ടേക്ക് പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റ് ഒന്നും കാണത്തില്ല. ആ കമ്മിറ്റ്മെന്റ് ഇല്ലാത്തടത്തോളം കാലം നമുക്ക് ഈ വിവാഹം മുന്നോട്ടേക്ക് തന്നെ കൊണ്ടുപോകണം. അവൾക്കിനി അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് വല്ലതും ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് ഈ വിവാഹം നടത്തിയേ പറ്റൂ. ഗൗതമിനോട് അരുന്ധതിയടുത്ത് വേണം പറയാൻ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പൊ അരുന്ധതിക്ക് കിട്ടിയ ടാസ്ക് എന്ന് പറയുന്നത് വല്ലാത്തൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ കാര്യം പറയണമല്ലോ. അപ്പൊ അരുന്ധതിക്ക് ചെറിയൊരു പേടിയും ഭയമൊക്കെ ഉണ്ട്. നമ്മുടെ ഗൗതമിനോട് പറഞ്ഞ് സമ്മതിപ്പിക്കാന്ന് വെച്ചാൽ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത്രയും നാളും സമ്മതിച്ചിട്ടില്ല. അപ്പൊ പിന്നെ നന്ദ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കുമോ? ഒരിക്കലും സമ്മതിക്കത്തില്ലെന്ന് നമ്മുടെ അരുന്ധതിക്ക് അറിയാമെങ്കിലും പോട്ടെ, സാരമില്ല, സമ്മതിപ്പിച്ചെടുക്കണമല്ലോ എന്നോർത്ത് തന്നെ ഇവര് ആ ഒരു തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ ഏതായാലും ഇവരതും ഇതുമൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്ത് വീണ്ടും നമ്മുടെ നന്ദുമോനെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന കാണിക്കുന്നു. നന്ദുമോനെ കൊണ്ട് ഒരു ബോള് ഒറ്റ അടിയിൽ ഇങ്ങനെ തീർപ്പിച്ച് വിടുകയാണ്. അപ്പം ഈ ബോള് ചെന്ന് നിൽക്കുന്നത്, അങ്ങനെ കുട്ടി ബോൾ അടിച്ചത് നമ്മുടെ ഗൗതമിന്റെ അടുത്തേക്കാണ്. ഗൗതമിന് ഇത് കണ്ടിട്ട് ഒത്തിരി സന്തോഷമാവാണ് കേട്ടോ. അങ്ങനെ ഗൗതമ ഇത് കണ്ടിട്ട് നമ്മുടെ നന്ദയോട് പറയാണ്, ഒരുപാട് സന്തോഷമുണ്ട് നന്ദ, ഇത്രയും വരെ എൻ്റെ കുട്ടീനെ ആക്കിയെടുത്തില്ലേ എന്ന് പറയുമ്പോൾ അത് എൻ്റെ മാത്രം കഴിവല്ല, അത് ഇവൻ്റെ ആഗ്രഹവും കൂടിയാണ്. ഏതായാലും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും പ്രാക്ടീസിൻ്റെതായ രീതിയിൽ തന്നെ ചെയ്യിക്കണം, ഇവ മറന്നു പോയാലും അത് നമ്മളാണ് ചെയ്യിപ്പിക്കേണ്ടത് എന്നൊക്കെ പറയണം. അപ്പം അവിടെ നമ്മുടെ ആരാ വരുന്നത്, നിർമ്മൽ വരികയാണ്. അപ്പൊ നിർമ്മൽ വന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ നിൽക്കുന്നില്ല. വിട്ടടിച്ച് ഗൗതമേട്ടാന്ന് പറഞ്ഞ് നിർമ്മൽ വിളിക്കുമ്പോഴത്തേക്കും അതൊന്നും മൈൻഡ് ചെയ്യാതെ വിട്ടടിച്ചങ്ങ് പോവാണ് കേട്ടോ. നമ്മുടെ ഗൗതമിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല നിർമ്മലും നമ്മുടെ നന്ദയും തമ്മിലുള്ള ആ ഒരു വിവാഹം കഴിഞ്ഞു എന്നുള്ളത്. അപ്പൊ അതിങ്ങനെ മനസ്സിൽ കിടന്ന് ഉരുകാണ്. പക്ഷെ ഇത് ഇന്ദിവരം തറവാട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ പറയാൻ ഇവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു ഒന്നും കൂടി നമ്മുടെ നന്ദയോട് ദേഷ്യം കൂടൂല. അപ്പൊ അതുകൊണ്ടാണ് ഇതൊന്നും പറയാത്തത്. അപ്പൊ ഇത് കഴിഞ്ഞ് നമ്മുടെ കുട്ടീനെ കൊണ്ട് നമ്മുടെ ഗൗതം വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ അരുന്ധതി ആ ഒരു മാറ്റം എടുത്തിടുന്നത്. വേറൊന്നുമല്ല, നീ പിങ്കിയുമായിട്ട് വിവാഹം കഴിക്കണം, പിങ്കിനെ വിവാഹം കഴിക്കണം എന്നുള്ള ആ ഒരു മാറ്റം എടുത്തിടുമ്പോഴത്തേക്കും ഗൗതം എന്താ പറഞ്ഞത്, അമ്മായി എന്താ പറഞ്ഞത്, അമ്മായി എന്നല്ല വല്യമ്മ എന്താ പറഞ്ഞത്, ഞാൻ പിങ്കിനെ വിവാഹം കഴിക്കണം, അതൊരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതേ സമയം മോഹിനിയാണെങ്കിൽ നമ്മുടെ മോഹിനിയുടെ കെട്ടിയവനോട് പറഞ്ഞല്ലോ കാര്യങ്ങളൊക്കെ. അപ്പൊ അത് കേട്ടോണ്ട് പവിത്ര വരുന്നുണ്ട്. ഒരിക്കലും പിങ്കിയും ഗൗതവും തമ്മിലുള്ള വിവാഹം നടക്കാൻ പാടില്ല, അങ്ങനെ നടന്നു കഴിഞ്ഞാൽ അവരുടെ കുഞ്ഞ് ജനിക്കും ഉറപ്പായിട്ടും, പിന്നെ ഈ കുടുംബത്തിന്റെ അവകാശം ആ കുഞ്ഞായി പോകും, അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കാൻ പാടില്ല, അവരുടെ കല്യാണം നടക്കാൻ പാടില്ല എന്നൊക്കെ പവിത്ര കേട്ടോന്ന്. ഇപ്പൊ പവിത്രയ്ക്ക് ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, അത് പിന്നെ ഇതിൽ കാര്യമുണ്ട്. മോള് ചെക്കപ്പിന് പോയിട്ട് എന്തായി, അല്ല ചെക്കപ്പിന് പോയിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു, അത് പിന്നെ ഭ്രൂണത്തിന് നല്ല വളർച്ചയുണ്ടെന്നാ പറഞ്ഞത്, പ്രശ്നമൊന്നുമില്ല എന്നിങ്ങനെ പറയാ. അപ്പോഴത്തേക്കാണ് നമ്മുടെ മോഹിനിയുടെ കെട്ടിയോ ചോദിക്കുന്നത്, നീ 14,000 രൂപ കൊണ്ടുപോയിട്ട് ഗുളികയൊന്നും ഇല്ല നിന്റെ കയ്യില്,
നീ 4000 രൂപ ചെലവാക്കിയിട്ടാണോ വന്നത്? എല്ലാ പ്രാവശ്യവും ചെക്കപ്പിന് പോകുമ്പോൾ 4000 രൂപ മേടിച്ചോണ്ട് പോകുന്നുണ്ടല്ലോ, ഈ ആഴ്ചയിൽ എന്നാ 1-2 ചെക്കപ്പ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മോഹിനി പറഞ്ഞു, നിങ്ങളൊന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? ഒരു കൊച്ചുണ്ടായപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തൊക്കെ സൂക്കേട് ആറ്റു നോറ്റിരുന്ന് കിട്ടിയ കുഞ്ഞാണ്. ചെലവിൻ്റെ കാര്യം പറഞ്ഞ് ഇനി ആ കുഞ്ഞ് വയറ്റിൽ കിടക്കുന്നുണ്ടെങ്കിലും ആ കുഞ്ഞ് പ്രാഗ് നിങ്ങളെ മര്യാദയ്ക്കിരുന്നോ? കുഞ്ഞിന് വേണ്ടി എന്ത് ചിലവാക്കിയാലും കുഴപ്പമില്ല, ഈ കുഞ്ഞിവിടെ ജനിക്കണം, മറ്റേ കുഞ്ഞ് പോകണം എന്നല്ല, നമ്മുടെ പിങ്കിയും ഗൗതമും വിവാഹം കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് പിന്നെ അങ്ങനെ പറയുന്നത് എന്തിനാ അമ്മേ? നമുക്ക് ഈ കുഞ്ഞിനെ കിട്ടുമോ ഇല്ലെന്നൊന്നും അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ എന്താണ് നീ പറഞ്ഞത്? ഈ കുഞ്ഞിനെ കിട്ടുമോ ഇല്ലോ എന്ന് അറിയത്തില്ലെന്നോ? അല്ല, എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. ദൈവത്തിന്റെ കയ്യില് ഇപ്പം ദൈവത്തിന്റെ കയ്യിലല്ല, നിന്റെ കയ്യിലാ. ഈ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലേ നിന്നെ ഞാൻ കൊല്ലൂടി, നോക്കിക്കോ, ഞാൻ നിന്നെ ജീവനോടെ കത്തിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മോഹിനി അങ്ങ് പോയി. പവിത്ര വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ. ഇതിനിടയിൽ നമ്മുടെ ഗൗതം ആയിക്കോട്ടെ വേറൊരവസ്ഥയിൽ കല്യാണം തീരുമാനിച്ചിരിക്കുകയാണ് ഗൗതവും പെങ്കിയും തമ്മിലുള്ളത്. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാൻ നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ എല്ലാവരും കാത്തിരിക്കും. ഇന്നത്തെ വിശേഷം ഇത്ര മാത്രമൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പൊ അടുത്ത വിശേഷവുമായിട്ട് വരാം. ഇനിയിപ്പോൾ നമ്മുടെ നാളത്തെ പ്രമോ വിശേഷം ഉച്ചയ്ക്ക് നമ്മൾ 2:30 കൂടിയൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.